നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ ഫേസ്ബുക്ക് പേജ് അതിൻ്റെ നെയിം എങ്ങനെ ചേഞ്ച് ചെയ്യാം, പിന്നെ രണ്ടാമത് ഫേസ്ബുക്ക് പേജ് അക്കൗണ്ട് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് താമസിയാതെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഫേസ്ബുക്ക് പേജ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ സെറ്റിങ്സ് എടുക്കുക. എന്നിട്ട് താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ സെറ്റിങ്സ് ആൻഡ് പ്രൈവസി എന്നും പറഞ്ഞിട്ട് ഒരു ഓപ്ഷനുണ്ട്. എന്നിട്ട് ഇവിടെ സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനും കൂടെ കാണാം. എന്നിട്ട് പിന്നെ ഒന്നുകൂടെ താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അപ്പോൾ ഇവിടെ പേജ് സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് നെയിം എങ്ങനെ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒന്ന് വ്യൂ എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇത് ചേഞ്ച് ചെയ്യാം. പക്ഷെ ഒരു പ്രാവശ്യം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ 60 ദിവസം കഴിഞ്ഞ് പിന്നെ പേര് മാറ്റാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാനിവിടെ ചേഞ്ചിങ് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. ഇത് പേര് ചേഞ്ച് ചെയ്തിട്ട് ഇവിടെ റിവ്യൂ ചേഞ്ച് എന്നുള്ളതിൽ കൊടുത്താൽ മതി. പിന്നെ ഇവിടെ നിക്ക് നെയിം, ബർത്ത് നെയിം അങ്ങനെയൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇനി നമ്മൾ രണ്ടാമത് നോക്കാൻ പോണത് അക്കൗണ്ട് എങ്ങനെ ഡിലീറ്റ് ചെയ്യാവുന്നതിനെ പറ്റിയാണ്. അതിനായിട്ട് ഇവിടെ താഴത്തോട്ട് വരിക. അപ്പോൾ ഇവിടെ ആക്സസ് ആൻഡ് കൺട്രോൾ എന്നിട്ട് ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ ഇവിടെ ഡീആക്ടിവേഷൻ ആൻഡ് ഡിലീറ്റേഷൻ എന്നും പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഡീആക്ടിവേറ്റ് പേജ് പിന്നെ ഡിലീറ്റ് പേജ് എന്നും പറഞ്ഞ് കാണാം. ഇത് ആദ്യത്തെ ഓപ്ഷൻ കൊടുത്ത് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് പേജ് ഡീആക്ടിവേറ്റ് ആവും. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷനാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ പേജ് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ കൊടുത്തിട്ട് കണ്ടിന്യൂ പ്രസ് ചെയ്താൽ മതി. ഇപ്പം ഞാനത് എനിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് കൊടുക്കുന്നില്ല. ചിലപ്പോൾ പാസ്വേഡ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കണ്ടിന്യൂ അമർത്തി കഴിയുമ്പോൾ പാസ്വേഡ് ചോദിക്കും. അപ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ പ്രൊഫൈലില്ലേ, ആ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ശരിക്കുള്ള അക്കൗണ്ടിൻ്റെ അതിൻ്റെ പാസ്വേഡ് അടിച്ചു കൊടുത്താൽ മതി. ഒരു പ്രൊഫൈൽ അക്കൗണ്ട് ഉണ്ടെങ്കിലല്ലേ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ പ്രൊഫൈലിൻ്റെ പാസ്വേഡ് അടിച്ചു കൊടുക്കണം. അങ്ങനെയാണ് ഇത് ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.